നമ്മൾ കൊന്നുകൂടി ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകാം. ക്ലയോപ്പാസിനൊപ്പം പോകാം. ഈശോയോടൊപ്പം പോകാം. എമ്മാവൂസിലേക്കുള്ള വഴി മനുഷ്യന്റെ വഴിയാണ്. എന്നാൽ തിരിച്ച് ജെറുസലേമേക്കുള്ള വഴിയോ ശിഷ്യത്വത്തിന്റെ വഴിയാണ്. ആ മടങ്ങി വരവ് ശിഷ്യത്വത്തിന്റെയാണ്. തിരിച്ചു പോക്ക് മനുഷ്യന്റെയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 30ഓളം വിഷയങ്ങളുമായി മാനുവൽ ടീച്ചേഴ്സ് ചാനൽ. നാം എമ്മാവൂസിലേക്കുള്ള യാത്രയാണ്. തുടങ്ങിയിട്ട് 4 ദിവസങ്ങളായി. ആദ്യമായി നാം ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോകുന്നതിന്റെ അർത്ഥതലങ്ങളിലേക്ക് വരാം. ജെറുസലേം, എമ്മാവൂസ് എന്നീ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ജെറുസലേമും എമ്മാവൂസും വെറും ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങൾ മാത്രമല്ല, ആത്മീയ പ്രതീകങ്ങളായും കാണപ്പെടുന്നു. ജെറുസലേം എന്നത് ദൈവീക സാന്നിധ്യത്തിന്റെയും രക്ഷയുടെയും പ്രതീകമാണ്. പഴയ നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ ജെറുസലേമിനെ നമുക്ക് കാണാം. ജെറുസലേം ദേവാലയത്തെ നമുക്ക് കാണാം. ബൈബിളിൽ ജെറുസലേം ദേവാലയത്തിന്റെ നഗരമാണ്, കർത്താവിന്റെ ഇടമാണ്, കർത്താവിന്റെ കൂടാരമാണ്, ദൈവജനത്തിന്റെ കേന്ദ്രമാണ്. ക്രിസ്തുവിന്റെ പീഡാനുഭവം, മരണം, ഉയർപ്പ് എന്നിവ നടന്ന സ്ഥലമാണ്. ആ സ്ഥലം തന്നെ വരുമ്പോൾ നാം ചിന്തിക്കണം, പഴയ നിയമത്തേക്കും പുതിയ നിയമത്തേക്കും വെറുതെ ഒരു ഗാൽഗുത്തായി അല്ലത്. അത് ദൈവം തീരുമാനിച്ചിരുന്ന ഇടമാണ്, തൻ്റെ ഇടം. ആദ്യ സഭയുടെ ജന്മസ്ഥലവും ആണ്. അവിടെയാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആത്മീയമായി നോക്കുമ്പോൾ ജെറുസലേം ദൈവത്തോടുള്ള കൂട്ടായ്മയുടെയും വിശ്വാസ ജീവിതത്തിന്റെയും പ്രതീകമാണ്. എമ്മാവൂസ് ആണെങ്കിലോ മനുഷ്യ ജീവിത യാത്രയുടെ പ്രതീകമാണ്. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യർ നിരാശരായിരുന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. കാരണം തങ്ങളുടെ ഗുരു, തങ്ങളുടെ ദൈവം നഷ്ടപ്പെട്ടു, തങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, തങ്ങൾക്കുണ്ടാകുന്ന രാജാവ് ഇല്ലാതെയായി. ഒത്തിരി അധികം പ്രതീക്ഷയോടെയാണ് അവരെ യേശുവിനെ രാജാവായി കൊണ്ടുവരുന്നത്. ജെറുസലേമിൽ നടന്ന സംഭവങ്ങളിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു ഓരോരുത്തരും. അതുകൊണ്ടാണ് എമ്മാവൂസ് പല ആത്മീയ വ്യാഖ്യാനങ്ങളിലും എമ്മാവൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് വ്യാഖ്യാനമായി നൽകുന്നത് എങ്ങനെയാണ്? അത് സംശയത്തിന്റെ സ്ഥലമായിട്ട് പറയുന്നു, നിരാശയുടെ അവസ്ഥ എന്ന് പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യന്റെ യാത്ര എന്ന് പറയുന്നു, ദൈനംദിന ജീവിതത്തിന്റെ വഴി എന്ന് പറയുന്നു. അത് ആ അർത്ഥ തലങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാം, ദൈവത്തെ കൈവിടുന്ന ദൈനംദിന ജീവിതത്തിന്റെ വഴിയെ പറ്റി അറിയാം. ഇവയുടെയൊക്കെ പ്രതീകമായി കാണപ്പെടുകയാണ്. ഇതിന്റെ പ്രധാന സന്ദേശം എന്നൊക്കെ പറയണമെങ്കിൽ, എമ്മാവൂസ് കഥയിൽ ശിഷ്യർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കാണ് പോകുന്നത്. എന്നാൽ യേശുവിനെ തിരിച്ചറിഞ്ഞ ശേഷം അവർ വീണ്ടും എങ്ങോട്ടെത്തി? ജെറുസലേമിലേക്ക് മടങ്ങി. യേശു കൂട്ടത്തിൽ കൊണ്ടുവന്നതാണോ? യേശു അപ്പം മുറിച്ച സമയത്ത് അപ്രത്യക്ഷനായി. അവർ ബോധമായപ്പോൾ, യേശുവാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് എത്തിയപ്പോൾ യേശു അപ്രത്യക്ഷമായി. ലൂക്ക 24:33 പറയുന്നു, അവർ ജെറുസലേമിലേക്ക് മടങ്ങി. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അവർ മടങ്ങിയത്. തങ്ങളുടെ നാഥനെ തിരിച്ചു കിട്ടിയത്. ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ നാഥൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് ഇങ്ങനെയാണ്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള യാത്രയായിരുന്നു, സംശയത്തിൽ നിന്ന് ശക്തമായ വിശ്വാസത്തിലേക്കുള്ള യാത്രയായിരുന്നു, ഒറ്റപ്പെടലിൽ നിന്നും സഭയുടെ സമൂഹത്തിലേക്ക് എത്തിയ യാത്രയായിരുന്നു. ക്രിസ്തുവിൽ നിന്ന് അകലുന്നതിൽ നിന്ന്
അവിടേക്ക് മടങ്ങി വരുന്നതിലേക്കുള്ള യാത്രയുടെ പ്രതീകമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞത് എമ്മാവൂസിലേക്കുള്ള വഴി മനുഷ്യന്റെ വഴിയാണ്, മനുഷ്യന്റെ ചിന്തകളുടെ വഴിയാണ്, മനുഷ്യന്റെ ഭയത്തിന്റെ വഴിയാണ്, മനുഷ്യന്റെ ഒറ്റപ്പെടലിന്റെ വഴിയാണ്, മനുഷ്യൻ ദൈവത്തെ കൈവിടലിന്റെ വഴിയാണ്, ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയുടെ വഴിയാണ്. ജെറുസലേമിലേക്കുള്ള മടക്കം എന്താണ്? ക്രിസ്തുവിലേക്ക്, ദൈവത്തെങ്കിലേക്ക് വരുന്ന ശിഷ്യത്വത്തിന്റെ വഴിയാണ്, ആത്മീയ കൂട്ടായ്മയുടെ വഴിയാണ്. ഇതൊരു ഔദ്യോഗിക സഭാ പഠനമല്ല, മറിച്ച് സഭാപിതാക്കന്മാരുടെയും ദൈവശാസ്ത്രജ്ഞനും നൽകിയ സമ്പന്നമായ ആത്മീയ വ്യാഖ്യാനമാണ്. പരിശുദ്ധ കുർബാനയുടെ ഘടന ആദ്യമായി ഈശോ വെളിപ്പെടുത്തിയത് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. തൻ്റെ മാംസം അപ്പത്തിന്റെ രൂപത്തിൽ, തൻ്റെ രക്തം വീഞ്ഞിന്റെ രൂപത്തിൽ. അവരോടൊപ്പമാകാൻ അപ്പമായി തീർന്ന ഈശോ നാഥനെയാണ് എവിടെയും അൽത്താരയിലും നാം ദർശിക്കുന്നത്. എമ്മാവൂസിലേക്കുള്ള യാത്രയുടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും മനോഹരമായ വശം എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശു നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ ആദ്യം നിരാശരായ ശിഷ്യരോടൊപ്പം യാത്ര ചെയ്യാൻ തെരഞ്ഞെടുത്തു എന്നതിലാണ് ആ മഹത്വം ഇരിക്കുന്നത്. എമ്മാവൂസിലേക്കുള്ള വഴിയിലുണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് സഭാപിതാക്കന്മാരും വേദപണ്ഡിതരും വേദശാസ്ത്രജ്ഞന്മാരും പല അർത്ഥങ്ങൾ കാണുകയാണ്. നിരാശയിലുള്ളവരെ, ആദ്യമായി പറയുകയാണെങ്കിൽ, നിരാശയിലുള്ളവരെ തേടിയെത്തുന്ന ദൈവം. ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു. അവരുടെ പ്രതീക്ഷകൾ തകർന്ന് തരിപ്പണമായിരുന്നു. അപ്പോഴാണ് യേശു ക്രിസ്തു അവരോടൊപ്പം നടക്കാൻ തുടങ്ങിയത്, അവരെ ചേർത്തുകൊണ്ട് പോയത്, അവരിൽ ഒത്തിരി വചനത്തിന്റെ ജ്വാല നിറച്ചത്. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു എന്ന സന്ദേശമാണ് ആ യാത്ര നൽകുന്നത്. എന്താണെന്ന്? മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു എന്ന സന്ദേശമാണിത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, സ്വയം, അതായത് ആത്മസമർപ്പണം ചെയ്യുന്ന ദൈവത്തെയും ആ സമർപ്പണം ഏറ്റുവാങ്ങുന്ന നമ്മളെ സമർപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ വരുന്നത്. അതെ, ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മെ കാത്തിരിക്കുന്ന, നമ്മെ തേടുന്ന ഈശോയെ ആണ് നാം കാണുന്നതും. ആർസിലെ വികാരിയാണ് വിശുദ്ധ ജോൺ വിയാനി. അന്ന് ആ ദേവാലയത്തിൽ ഇടയ്ക്കിടെ വരുന്ന ഒരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകൻ എത്രയധികം വിഷമത്തോടുകൂടിയാണ് പള്ളിയിൽ വരിക, ആ ക്രിസ്തുനാഥൻ വിളിക്കുന്നത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് തിരികെ പോകുമ്പോൾ ആ മുഖം ദൈവത്തെ പോലെ തിളങ്ങുമായിരുന്നു, ഒരു ദൈവദൂതനെ പോലെ തിളങ്ങുമായിരുന്നു. അപ്പോഴാണ് ജോൺ വിയാനി ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും വരുന്നത്? എന്നെ ഇവിടുത്തെ നാഥൻ വിളിക്കുന്നു എന്നാ പറഞ്ഞത്. അതാരാണെന്ന് അവർക്കറിയില്ല, അയാൾക്കറിയില്ല. ആരോ ഒരാളോടെ വിളിക്കുന്നു. ക്രിസ്തുനാഥൻ വിളിച്ച് അവരെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മെ വിളിക്കുന്ന, നമ്മെ കാത്തിരിക്കുന്ന ദൈവമാണ് ദേവാലയങ്ങളിൽ ഉള്ളത്. ഈ രണ്ടാമതായി പറയുകയാണെങ്കിൽ തിരുവെഴുത്തുകൾ വിശദീകരിക്കാൻ ക്രിസ്തുനാഥൻ എന്ത് ചെയ്തു? തിരുവെഴുത്തുകൾ, മോശയുടെ കാര്യം പറഞ്ഞു, പഴയ നിയമ കാര്യം പറഞ്ഞു, പ്രവാചകന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ല. യേശു ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇത് ഞാനാണെന്ന് പറഞ്ഞില്ല, അല്ലേ? പകരം മോശയിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ആരംഭിച്ച തിരുവെഴുത്തുകൾ വിശദീകരിച്ചു. അതിലൂടെ ഉയർപ്പിന്റെ രഹസ്യം മനസ്സിലാക്കാൻ വിശ്വാസവും വചനവും ആവശ്യമാണെന്ന് കാണിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്, പ്രഖ്യാപിക്കുകയാണ് യേശുനാഥൻ ചെയ്തത്. 3, കുർബാനയിലേക്കുള്ള വഴി കാണിക്കുകയായിരുന്നു ഈശോ. ഈ സംഭവത്തിന് 2 പ്രധാന ഘട്ടങ്ങളാണുള്ളത്. വഴിയിൽ വചനത്തിന്റെ വിശദീകരണം, അതായത്
വിശദീകരണം, ക്രിസ്തുവിലേക്കുള്ള വഴിയിൽ വചനത്തിന്റെ വിശദീകരണം നാം പരിശുദ്ധ കുർബാനയിൽ നാം കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. ദൈവവചനമാകുന്ന മേശയിൽ നിന്ന് മുറിക്കപ്പെടുന്ന വചനമാണ് നാം ഓരോ ദിവ്യബലിയിലും നാം കേൾക്കുന്നത്. അതിനനുസരിച്ച് മനസ്സും ഹൃദയവും ഒരുക്കുകയാണ് നമ്മൾ. അതെ, നാം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ദിവ്യബലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ദിവ്യബലിയിൽ ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെ പറ്റി ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് എമ്മാവൂസിലേക്കുള്ള കാര്യമാണ്. അതിൽ വചനം നാം കേൾക്കുന്നില്ലേ? ദൈവവചനമാകുന്ന മേശയിൽ നിന്ന് മുറിക്കപ്പെടുന്ന ദൈവവചനങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു അല്ലേ? 3 വായനകളായി ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രതിവചന സങ്കീർത്തനമാകുന്ന പ്രത്യുത്തരത്തിൽ നിന്നും നാം വചനം ലഭിക്കുന്നു. ആ വചനം പിന്നെ ക്രിസ്തുവാകുന്ന വൈദികൻ, ക്രിസ്തുവിന് പ്രതിപുരുഷനാകുന്ന പുരോഹിതനിൽ നിന്നും നാം അതിൻ്റെ വ്യാഖ്യാനം കേൾക്കുന്നു. അതെ, അതിൻ്റെ മുന്നോടിയാണ് അവിടെ നടന്നത്. ഞാൻ ഉദ്ഘാടനം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. അവിടെയാണ് ഈശോ വിശദീകരിച്ചത്. പഴയ നിയമത്തിലെ കാര്യങ്ങള് വിശദീകരിച്ചു, പ്രവാചകന്മാരുടെ കാര്യങ്ങള് വിശദീകരിച്ചു. അത് ക്രിസ്തു സംഭവവുമായി, ക്രൈസ്റ്റ് ഇവന്റുമായി അത് കൂട്ടിച്ചേർത്തു, ലയിപ്പിച്ചു നൽകി. അതെ, അടുത്തത് അപ്പം മുറിക്കലാണ്. ഒരു വീട്ടിൽ വെച്ചിട്ടാണല്ലേ ഈശോ പറഞ്ഞു, എനിക്ക് കൂടുതൽ ദൂരം നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിനും അർത്ഥമുണ്ട്. കൂടുതൽ ദൂരം എനിക്ക് നടക്കാനുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അവര് പറഞ്ഞു, ക്ലെയോപ്പസൊക്കെ പറഞ്ഞു, നമുക്ക് കൂടുതൽ ദൂരമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ വീട്ടിൽ താമസിക്കാം. ആ വീട്ടിൽ വെച്ചാണ് അപ്പം മുറിക്കൽ. അതെ, ഇതെല്ലാം കേട്ട ശേഷം, മനസ്സ് നിർമ്മലമാക്കിയ ശേഷം, ഈശോയ്ക്ക് വേണ്ടി ഹൃദയം ഒരുക്കിയ ശേഷമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയത്. അത് വിശുദ്ധ കുർബാനയുടെ തലങ്ങളിലൂടെ പോകുമ്പോൾ, അർത്ഥങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾ അറിയും. ഇതെല്ലാം അറിഞ്ഞാൽ ഒരു വിശുദ്ധ കുർബാനയും വെറുതെ കണ്ടു പോവില്ല, ശരിക്ക് കേട്ടു പോകും. ഞാൻ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഒത്തിരി ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലൊന്നും വേണ്ടത് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ തുറന്നു പറയുകയാണ്. കാരണം വെറുതെ ഓടിച്ചു പോകുന്ന ഒന്നാവരുത് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ നാം കാഴ്ചക്കാരാകുമ്പോൾ അങ്ങനെ സംഭവിക്കും. വൈദികർ പറയുമ്പോഴായാലും മറ്റുള്ളവർ പറയുമ്പോഴും കേൾവിക്കാരായാലും അത് പറയാൻ പറ്റും. ഇത് അവരൊന്നും തരാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ദൈവിക ഇടപെടലാണത്. കുർബാനയുടെ 2 ഭാഗങ്ങളും അത് തന്നെയാണ്. 1 വചന ശുശ്രൂഷ, 2 കുർബാന ശുശ്രൂഷ. ഇനി വിശ്വാസം നിർബന്ധിക്കാത്ത ദൈവം. യേശു അവരുടെ കൂടെ നടന്നു, ചോദ്യങ്ങൾ ചോദിച്ചു, കേട്ടു, വിശദീകരിച്ചു. പക്ഷേ അദ്ദേഹം തൻ്റെ വ്യക്തിത്വം, താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല. അവർ അവനെ സ്വീകരിച്ചപ്പോൾ മാത്രമാണ് അപ്പം മുറിക്കുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞത്. യേശുനാഥൻ പറയുന്നത് പോലെ, പറയാത്തത് പോലെ നമ്മുടെ പുരോഹിതൻ, ബലിയർപ്പകനും ബലിവസ്തുവും ബലിപീഠവുമായ പുരോഹിതൻ പറയുമോ, ദേ ഞാൻ വരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ, ഞാൻ ക്രിസ്തുവാണെന്ന് പറയുമോ? പറയില്ല. നാം മനസ്സിലാക്കണം, നാം അറിയണം. അതെ, അതാണ് അവിടെ സംഭവിച്ചത്. ക്രിസ്തു പറയാത്തത് തന്നെയാണ് പുരോഹിതനും പറയാത്തത്. പല സഭാ പണ്ഡിതരും പറയുന്നത് എമാവൂസ് യാത്ര എന്ന് പറയുന്ന ഓരോ വിശ്വാസിയുടെയും യാത്രയുടെ പ്രതീകം തന്നെയാണെന്ന്. നാം അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നാം കാണുന്നത് സംശയാലുവായ നമ്മളെ, നിരാശാഭരിതനായ നമ്മളെ, വചനം ശ്രവിക്കാത്ത നമ്മളെ, വചനം ശ്രവിക്കാൻ കാത്തിരിക്കുന്ന നമ്മളെ, അപ്പം മുറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മളെ, ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന നമ്മളെ, സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, ആ പിരിച്ചുവിടലിൽ ബ്ലെസ്സിങ് കിട്ടി പോകുന്ന
സാക്ഷ്യം വഹിക്കലാണ്. അതുകൊണ്ട് യേശു എമ്മാവൂസിലേക്കുള്ള ശിഷ്യരോടൊപ്പം പോയത് വെറും അവരെ ആശ്വസിപ്പിക്കാനല്ല, വചനത്തിലും അപ്പം മുറിക്കലിലും താൻ എങ്ങനെ തിരിച്ചറിയപ്പെടുന്നു എന്ന് സഭയ്ക്ക് പഠിപ്പിക്കാനുമാണ് എന്നതാണ് ക്രൈസ്തവ പാരമ്പര്യത്തിലെ പ്രധാന വ്യാഖ്യാനം. എമ്മാവൂസിലെ യാത്രയാണ് ഞാൻ നൽകിയത് ഇത്രയും വിവരണം. കാരണം ലൂക്കാ സുവിശേഷത്തിലെ വളരെ കുറച്ചുള്ള ആ ഒരു തലത്തിൽ നിന്ന് ആണ് ഇത്രയും. ഇനിയും പറയാനുണ്ട് ഒത്തിരി. എമ്മാവൂസിലേക്കുള്ള യാത്രയുടെ അർത്ഥങ്ങളിലേക്ക് ഞാൻ വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ, അനുഭവിപ്പിക്കുമ്പോൾ തീർച്ചയായും പറയാം. അത് ഒത്തിരി വിശദമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത്. അതിനായി ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും അനുഭവിക്കട്ടെ, നിങ്ങളുടെ ഓരോ വചനങ്ങളിലും അനുഭവിക്കട്ടെ, നിങ്ങളുടെ ഓരോ കാഴ്ചകളിലും അനുഭവിക്കട്ടെ, നിങ്ങളുടെ ഓരോ കാഴ്ചപ്പാടിലും അനുഭവിപ്പിക്കട്ടെ, നിങ്ങളുടെ ചെവികളിലും അനുഭവിപ്പിക്കട്ടെ. ഏവരിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. തീർച്ചയായും. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.